മുറുക്ക് ഇഷ്ടല്ലേ എന്റെ കുട്ടിക്ക്? അവര് പാവല്ലേ, നമ്മുടെ മുറുക്ക് ടേസ്റ്റ് ചെയ്യാൻ വന്നല്ലോ, ഒന്ന് കൊടുക്ക്. എന്നാ കൊടുക്കാം. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ നാട് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും, അത് പാലക്കാടാണ്. അരയും തലയും മുറുക്കി രാഷ്ട്രീയക്കാര് നെട്ടോട്ടം മൂടുകയാണ്. അവസാനവട്ട പ്രചരണവുമായി തന്നെ നമ്മൾ അരയും തലയും മുറുക്കുന്ന് നടക്കുകയാണ്. ബാ, എല്ലാവരുടെ കയ്യിലും മുറുക്കാണ്. മുറുക്കാണ് ദേശീയ ഭക്ഷണം അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് ഇലക്ഷനൊക്കെ ആയിട്ട്? സ്പീഡാണ്. ആണ്. ആര് തൂക്കും പറയാൻ പറ്റാത്തൊരു സ്റ്റേജ്, രണ്ടും ഒരേ ഇതിൽ നിൽക്കുകയാണ്. ഇത് മണ്ഡലം നെന്മാറ ഉണ്ടായ കാലം തൊട്ട് ഒരു LDF മണ്ഡലമാണല്ലോ അല്ലേ? അല്ല, ആര് ജയിക്കും എന്ന് തോന്നുന്നു? പൊതുവെ കൂടുതലും ചാൻസ് ഉള്ളത് LDF പ്രേമന്. പിണറായി വീണ്ടും വരുവോ? പറയാൻ പറ്റില്ല സാറേ. എന്തോ പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. അവിടെ നമ്മുടെ വൈകുന്നേരങ്ങളിലെ പ്രധാന ചായക്കടിയായ മുറുക്കെല്ലാം വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കരിപ്പൂട്ട് തറ, വടക്കേ തറ എന്നീ 2 പ്രദേശങ്ങളിൽ നിന്നാണ്. നമ്മൾ കാണുമ്പോൾ മുറുക്ക് എന്താ സുഖമായിട്ട് കറമുറ കടിച്ച് കഴിക്കാം. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ, അവരൊരു ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ചുറ്റി ഒരു ദിവസം 500-800 ഉണ്ടാക്കും ഒരു അമ്മമാർ. ഇതല്ല, എല്ലാ വീടുകളിലും മെജോറിറ്റി വീടുകളിലും മുറുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫീൽഡില് 16 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പൊ 64 വയസ്സായി. നമുക്ക് എത്ര മുറുക്ക് പോടേ? ഇപ്പൊ 10,000 പോവും. അതല്ല, ഇലക്ഷനൊക്കെ എന്താ അവസ്ഥ പൊതുവെ? അത് തരാം വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാവും നിറയെ. ഇത്ര കാലമായിട്ട് ₹1 പഞ്ചായത്തിൽ നിന്നോ എവിടുന്നും ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല. നല്ല ചൂടാണല്ലേ? പിന്നെ അടുപ്പിന്റെ ചൂടും വെയിലിന്റെ ചൂടും ഇലക്ഷൻ ചൂടും അടിപൊളി. UDF വരുമോ LDF വരുമോ? വരുമ്പോ അറിയാം. വേറെ UDF വരണം എന്നാണ്. ഏറ്റവും എത്ര മുറുക്ക് ഉണ്ടാക്കും? ഞാൻ ഒരു ദിവസം 500-600 ഞാൻ ഉണ്ടാക്കും. അതല്ല, ഇലക്ഷനൊക്കെ എന്താ അവസ്ഥ? എവിടെയാ വോട്ട്? എവിടെയാ? നെന്മാറ മണ്ഡലത്തിൽ ആര് ജയിക്കും തോന്നുന്നു? കോൺഗ്രസ് ജയിക്കണം എന്നാണ് ഞങ്ങളുടെ, UDF ജയിക്കണം എന്നാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹം. അത് അമ്മയും പറഞ്ഞു. നാടിവിടെ ഇവിടെ തന്നെയാണോ? പാലക്കാട് മണ്ഡലം അല്ലേ? അവിടെ ടൈറ്റ് ഫൈറ്റ് ആണല്ലോ. അവിടെ ആണോ? ഉറപ്പിച്ച് പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് ചാൻസ്. പിന്നെ മലമ്പുഴയാണെന്നുണ്ടെങ്കിൽ പ്രഭാകരനായിരിക്കും ചാൻസ്. ആയിരിക്കും എന്ന് അത് ഉറപ്പുണ്ട്. അപ്പൊ ചേട്ടൻ മണ്ഡലം മലമ്പുഴ. എങ്ങനെ ഇവിടെ എത്തിപ്പറ്റി? ഇവിടെ ഭാര്യ വീട്ടിൽ വന്നാൽ മുറുക്ക് കിട്ടും. അതിനൊരു വല്ലുമില്ല. പാലക്കാട് ഒരേ സമയം 2 ചൂടാ. ഇലക്ഷൻ ചൂട് കത്തി കയറി അങ്ങ് പീക്കില്, പിന്നെ സൂര്യനാണെങ്കിൽ ഉച്ചിയില്. പണി തുടങ്ങിയേ ഉള്ളൂ. ഞങ്ങള് മെഷീനില്ല, കയ്യില്. 25 കൊല്ലേ. ഇലക്ഷന്റെ കൊടുത്ത് പോയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. വോട്ട് കളയാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങള് ചെയ്യും. ഞങ്ങളുടെ അവകാശമല്ലേ. ഞങ്ങളുടെ ഇവിടെ എപ്പോഴും മാർക്സിസ്റ്റ് ആണ് ജയിച്ചോണ്ടിരിക്കണത്. ഇപ്പോ മാറ്റം വരണമല്ലോ. വരണം എന്നാണ്. കോൺഗ്രസ് വരണം. വന്നാലേ ഞങ്ങൾക്കൊക്കെ ഒരു പുരോഗമനം ഉള്ളൂ. ആലയ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. എന്തായാലും പാലക്കാട് ജില്ലയിൽ നിന്ന് യാത്ര രുചിമണ്ഡലം അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ എവിടേക്ക് പോകുന്നു വെച്ചാൽ ഒരു ധാരണയില്ല. നമ്മുടെ യാത്രയല്ലേ, കേരളമല്ലേ, ഇങ്ങനെ കിടക്കുകയല്ലേ. എന്തായാലും കാണാം അടുത്തൊരു മണ്ഡലത്തിൽ നിന്ന്. തൽക്കാലം വിട്ടകട്ടെ. ചൂട് ഒരു രക്ഷയില്ല.